ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളെയും ഈശോയെടുത്ത് മാറ്റുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ അൽത്താരയ്ക്കുണ്ടായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട പ്രിയപ്പെട്ടവരുടെ നമ്മൾ സമർപ്പിക്കാം. കല്ലുപോലെ മരവിച്ച ഹൃദയങ്ങളുള്ളവരും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളോട് ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നില്ല. അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുവാനായിട്ട് കഴിയുന്നില്ല. മാതാപിതാക്കളോട് ഒന്ന് മനസ്സ് തുറക്കാനായിട്ട് കഴിയുന്നില്ല. വിദ്വേഷം, വെറുപ്പ്, കലഹങ്ങൾ, ജീവിതത്തിൻ്റെ പലവിധമായിട്ടുള്ള മുറിപ്പെടുത്തുന്ന വേദനകളിലൂടെ കടന്നുപോയി, തിക്തമായുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി ആ മുറി ഉണങ്ങുവാനായിട്ട് കഴിയാതെ, മനസ്സ് തുറക്കുവാൻ കഴിയാതെ, ഒരു കുടുംബത്തിലായിരുന്നിട്ടും പരസ്പരം സംസാരിക്കുവാൻ കഴിയാതെ അകന്നു കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളെ നമുക്ക് ഈ അൽത്താരയിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ഈശോയെ മനസ്സിൻ്റെ ഭാരങ്ങൾ മൊത്തം ആത്മഹത്യ ചിന്തകളിലൂടെ കടന്നു പോകുന്ന സഹോദരനെ സമർപ്പിക്കുന്നു. ഇനി ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല, ജീവിച്ചിരുന്നതിന് ഒരു കാര്യമില്ല. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകൾ കടന്നു പോകാം. മദ്യപാനങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവർ, പൈശാചികമായ ബന്ധനങ്ങളിൽ വിടുതൽ ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ, കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ, ജില്ലയിലാരും കടന്നിട്ട് അടിക്കടി ആ തിന്മകളിലേക്ക് കടന്നു പോകുന്ന മക്കൾ, യുവതിവാക്കന്മാരെ പ്രത്യേകമായി സമർപ്പിക്കാൻ. മദ്യം, മയക്കുമരുന്ന്, വസ്തുക്കളിൽ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തി കളയുന്ന അനുഭവങ്ങളുടെ കടന്നു പോകുന്നവർ, അവരുടെ വേദനകളൊക്കെ ചേർത്തിരിക്കാം. ദുർവാസനകൾ കഴിയപ്പെട്ടിരുന്നവർ, പ്രിയപ്പെട്ടവരെ, ഇവരുടെ ഹൃദയവേദനമായ വേദനകളും നൊമ്പരങ്ങളും തീർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതികളേകട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ജപമാലനെഞ്ചോടും ചേർത്തു പീഡിച്ച് ഒരു കുന്ത മുഴുവനും ചൊല്ലി ഞാൻ നെഞ്ചകത്തെ കരഞ്ഞു ഞാൻ. അമ്മേ ആ